കേരളത്തിലെ ന്യൂസ് ചാനലുകൾ അതേപോലെ വെബ്സൈറ്റ്, ഇന്ത്യയിലെ പല ദേശീയ പത്രങ്ങളൊക്കെ പറയുന്നു. അതായത് പാകിസ്ഥാൻ ആർമിയുടെയും ഗവൺമെൻറ്റിൻ്റെയും പറയുന്ന രീതിയിൽ പറയുന്നു, പാകിസ്ഥാൻ ആർമി ഈ പറയുന്ന ട്രെയിൻ പിടിച്ച് റാഞ്ചിയ സ്ഥലത്ത് എത്തി. അതേപോലെ തന്നെ അവർ ഏകദേശം 20ഓളം റാഞ്ചികളെ കൊന്നു. പല ഇവരുടെ കസ്റ്റഡിയിലുണ്ടായിരുന്ന ബന്ദികളിൽ 165 പേരെ മോചിപ്പിച്ചു. അപ്പം പല ആൾക്കാർ ഇത് വിശ്വസിക്കുന്നുണ്ട്. പക്ഷെ ഇതുമായിട്ട് ബന്ധപ്പെട്ട് ഞാൻ കുറേ ആൾക്കാരെ വിളിച്ചു, പാകിസ്ഥാനിൽ വിളിച്ചു, റിട്ടയർഡ് ആയിട്ടുള്ള പാകിസ്ഥാൻ ബ്രിഗേഡിയേഴ്സ്, ഇസ്ലാമാബാദിൽ താമസിക്കുക, അവരെ വിളിച്ചു, ബലൂച്ചിൽ വിളിച്ചു, അറിയാവുന്നവരെ വിളിച്ചു, ഇന്ത്യയുടെ പല സെക്യൂരിറ്റി എക്സ്പേർട്സ് അവരെ വിളിച്ചു. അപ്പം ഇതിനകത്തുനിന്ന് പല ആൾക്കാരും പറയുന്നത് സംഭവം ഈ പാകിസ്ഥാൻ ആർമി ISPRും ഇവരൊക്കെ പറയുന്നത് പൂർണ്ണമായിട്ടും തെറ്റും കള്ളത്തരവുമാണ്. കാരണം അവർ പറയുന്ന ആ ടെറൈൻ്റെ അകത്ത് ഈ പറയുന്ന പോലെ പെട്ടെന്ന് പാകിസ്ഥാൻ കരസേന, അതായത് ഞാൻ പറയും വ്യോമസേനയല്ല, കരസേന, അവർക്കവിടെ കയറാൻ പറ്റില്ല. അതിനകത്ത് ഇവർ ഈ പറയുന്നു ഇത്ര പേരെ മോചിപ്പിച്ചു എന്ന് പറയുന്നത് അടിസ്ഥാനപരമായ കള്ളവാണ്. ഇവർ ഉപയോഗിച്ച് കാണിക്കുന്ന പല ടെററിസ്റ്റുകളുടെ ഫോട്ടോസ്, ഇതും ഇവർ മാനിപ്പുലേറ്റഡായി പാവം പിടിച്ച ആൾക്കാരെ കൊന്നേക്കുവാണ്. അല്ലാതെ ഈ സംഭവിച്ച BLAയുടെ ഈ ട്രെയിൻ റാഞ്ച് ഇവരെ ഒന്നുമല്ല. അപ്പം അതിൻ്റെ അകത്തൊരു സീനിയർ പാകിസ്ഥാനി ബ്രിഗേഡിയർ റിട്ടയർഡായി, ഈ പറയുന്ന കൊറ്റ റീജിയൻ അവിടുത്തെ ബ്രിഗേഡിയർ ജനറലാണ്, വളരെ സീനിയർ ഓഫീസറാണ്. അദ്ദേഹം ചോദിച്ചൊരു ചോദ്യമുണ്ട്, നിനക്കറിയാമോ ഈ പറയുന്ന റൂട്ടിൽ എത്രമാത്രം റെയിൽവേ ടണലുണ്ടെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു എനിക്കറിയത്തില്ല, കാരണം അയാൾ അവിടെ കമാൻഡ് ആ റീജിയൻ്റെ കമാൻഡറായിരുന്നു. അദ്ദേഹം പറഞ്ഞു 18 ടണലുണ്ട് അവിടെ, അതായത് 18 തുരങ്കം ട്രെയിൻ പോകുന്നത്. ഈ 18 തുരങ്കത്തിൻ്റെ എവിടെ കൊണ്ടുപോയിട്ടാണ് ഇവർ ബോംബ് ചെയ്യുന്നത്? കാരണം ഈ ഹോസ്റ്റേജസിനെ മുഴുവൻ ഈ തുരങ്കത്തിലാണ് വെച്ചിരിക്കുന്നത്. പിന്നെ എന്നോട് അടുത്ത കാര്യം, അവരിത് ചെയ്ത് കഴിഞ്ഞിട്ട് എത്രയോ മണിക്കൂർ കഴിഞ്ഞിട്ടാണ് പാകിസ്ഥാൻ ഗവൺമെൻറ് അറിയുന്നത് ട്രെയിൻ റാഞ്ചി. കാരണം കമ്മ്യൂണിക്കേഷൻ പോലും ഇല്ലാത്ത സ്ഥലം. അടുത്ത ചോദ്യം, അദ്ദേഹം എന്നെ പഠിപ്പിക്കുവാണ് ഓരോന്നും. ഈ റൂട്ടുമായിട്ട് ബന്ധപ്പെട്ട് ലോങ് റൂട്ടാണ് ഈ കൊറ്റ ടു പെഷവാർ എന്ന് പറഞ്ഞ ആ റൂട്ട്. ഇത് ഏറ്റവും ഡിഫിക്കൽട്ട് ടെറൈനാണ് ഈ സംഭവം. അപ്പം ഈ റെയിൽവേ ലൈൻ പണ്ട് ഇത് ഉണ്ടാക്കിയ സമയത്ത് ഏകദേശം 4000 പേരാണ് കൊല്ലപ്പെട്ടത് ഈ ട്രെയിൻ ഈ ലൈനുമായിട്ട് ബന്ധപ്പെട്ട്. അത് അത്രമാത്രം ഡിഫിക്കൽട്ട് ടെറൈനിൽ ഈ ടണൽ ഉണ്ടാക്കിയാണ് റെയിൽവേ ലൈൻ പണ്ടുണ്ടാക്കിയത്. എന്നോട് ചോദിച്ചു അടുത്ത ചോദ്യം, കൃത്യമായ ചോദ്യം, ശ്രദ്ധിച്ച് ഇത് മനസ്സിലാക്കേണ്ടത്. അങ്ങോട്ട് പോകുന്ന റെയിൽവേയുടെ മുഴുവൻ പാളങ്ങൾ ഈ പറയുന്ന BLA ബോംബിട്ട് തകർത്തേക്കും. പിന്നിങ്ങനെ അവർ ഈ പറയുന്ന കൊറ്റയെന്ന് ഈ ഡോക്ടേഴ്സും പട്ടാളക്കാരുമായിട്ട് ട്രെയിനിൽ പോകാൻ സാധിക്കുന്നത്? എവിടിട്ട് പോകാനാ? ഒറ്റല്ല, സിംഗിൾ ലൈനാ. ഇത് രണ്ടാമത്തെ, ഈ അവർ ഈ റോഡിൽ കൂടെ, അതായത് എന്നോട് പറഞ്ഞൊരു സംഭവമുണ്ട്, കാരണം ഇങ്ങനെ കാലി വെക്കുമ്പം അടുത്ത സംഭവം പിടിച്ചില്ല എങ്കിൽ ഈ മുമ്പിൽ വെക്കുന്ന കാലുൾപ്പെടെ വഴുതി അങ്ങ് പോകും. അപ്പം ഈ വെപ്പൺസും വെച്ചുകൊണ്ട് എങ്ങനെയാണ് ഈ മലയിൽ കയറുന്നത്? കാരണം പോകേണ്ട റൂട്ടെല്ലാവരും ബോംബിട്ട് വേറെ ചെറിയ നാരവാണ്. അതായത് ഒരു പല ഇതുണ്ട്, അതായത് ഈ ഓട്ടോറിക്ഷ ഒരു കാറൊക്കെ പോകുന്ന അത്രയേ ഉള്ളൂ. അവിടെ എങ്ങനെ പാകിസ്ഥാനി ട്രക്ക് കയറി പോകുന്നേ? അപ്പം അതുമായിട്ട് കണക്ട് ചെയ്യുന്ന പല പാലങ്ങളുണ്ട്, അവിടെ എല്ലാം ഒരു ബോംബ് വെച്ചേക്കുക. പിന്നെ എങ്ങനെ അവിടെ ചെല്ലാൻ സാധിക്കുന്നേ? ഇവർക്ക് ആകെ ചെയ്യാൻ പറ്റുന്നത് അതായത് ബോംബ് ചെയ്യുക, ഹെലികോപ്റ്ററിലേക്ക് പോയി ബോംബ് ചെയ്യുക, അതേപോലെ തന്നെ ഡ്രോണിൽ ബോംബ് ചെയ്യുക. പക്ഷേ ഈ അവർ മുഴുവൻ ഈ BLAക്കാർ മുഴുവൻ ടണലിനകത്ത എവിടെ കൊണ്ടാ ബോംബ് ചെയ്യുന്നത്? അതുമല്ല അവർ ഒളിപ്പോരാളികളാണ്. അതായത് ജംഗിൾ വാർഫെയർ എന്ന് പറയും, അത് ഏറ്റവും വിദഗ്ധന്മാർ. അതുപോലെ മൗണ്ടൻ വാർഫെയർ അവരുടെ ടെറൈനാണ്. ആരുടെ? ഈ BLA, ബലൂചിസ്ഥാൻ ലിബറേഷൻ ആർമിയുടെ ടെറൈനാ. ഇവർ കൊന്നു എന്നും പിടിച്ചു എന്നും പറയുന്ന നിരപരാധികൾ ഇതുമായിട്ട് യാതൊരു ബന്ധവും ഉണ്ടായി കാണത്തില്ല.
അതുകൊണ്ട് തന്നെയാണ് ഈ അവർക്ക് വളരെയധികം കോൺഫിഡൻസ് ഉള്ളത്. ഈ പാകിസ്ഥാൻ ആർമി അവിടെ കയറാൻ പറ്റത്തില്ല, അവർക്ക് ഈ ഏരിയയിലായിട്ടുള്ള ഇതും ബോംബിങ്ങും ഒക്കെ നടത്താനേ പറ്റത്തുള്ളൂ. പക്ഷെ ഇവരെക്കാളിലും ഇതേപോലെ ഈ വാർഫെയർ, മൗണ്ടൻ വാർഫെയറിൽ വെൽ ട്രെയിൻഡ് ആണ്, ഇവരുടെ എക്യുപ്മെന്റ്സും ഉണ്ട്. ഇവർക്ക് എങ്ങനെ അങ്ങോട്ട് കയറുമ്പോഴും ഇവർ താഴെ നിന്ന് ഫയർ ചെയ്യും. ഞാനൊരു ഉദാഹരണം, പുള്ളി എന്നോട് ഒരു ഉദാഹരണം പറഞ്ഞു. അതായത് നമ്മൾ കാർഗിൽ വാറിൽ നമ്മൾ പല ടൈഗർ ഹിൽസ് അങ്ങനെ പല, അപ്പം ഇന്ത്യൻ ആർമി ഇത്രയും വെൽ എക്വിപ്ഡ്, നമ്മൾ ബോംബിങ് നടത്തി പല ഭാഗത്തും അവിടുന്ന് ശരിക്കും അറ്റാക്ക് ചെയ്തു. എന്നിട്ട് നമ്മൾ ഈ ടൈഗർ ഹിൽസിൽ ഈ കുറച്ച് ആൾക്കാരെ ഓടിക്കാൻ പെട്ട പാട് നമുക്കറിയാം. എത്ര നമ്മുടെ സൈനികരാണ് കൊല്ലപ്പെട്ടത്. അപ്പം നമ്മൾ ഈ ഉദ്ദേശിക്കുന്ന ഈ ടൈഗർ ഹിൽസും, അതായത് ആ ഒരു റീജിയൻ പോലെ, അതായത് വളരെ ഡ്രൈ ഏറിയാണ്, ശരിക്കും പാറയും അതൊക്കെ ഉണ്ട്. ഇവിടെ അങ്ങോട്ട് കയറി പോവുക എന്ന് പറയുന്നത് നോർമലായിട്ട്, ഇപ്പം അവിടെ നിന്നൊന്നും ഫയർ വരുന്നില്ല, നോർമലായിട്ട് അതിലോട്ട് കയറി പോവുക, അങ്ങോട്ട് കയറി പോവുക, അത് ഭയങ്കര പാടാണ്. അപ്പോൾ അവർ പിന്നെ ഇങ്ങനെ ഈ പട്ടാളം അവിടെ ചെല്ലുന്നു. ഈ മുഴുവനും മാനിപ്പുലേറ്റഡ് ആയിട്ടുള്ള ഓരോന്നും അവർ പടച്ചു വിടുക. കാരണം അവരുടെ കയ്യിൽ നിന്ന് പോയൊരു ഗെയിമായി ഇത്. ഇപ്പം പുള്ളി പറഞ്ഞത്, ഇവരുമായിട്ടൊക്കെ സംസാരിച്ച ശേഷം പുള്ളി പറഞ്ഞത്, ഇവർ ടണലിലോട്ട് വണ്ടി കയറുന്ന സമയത്ത് ഇത് സ്ലോ ആയ, കാരണം ആ ചെറിയ സ്പീഡിൽ, കാരണം ഇങ്ങനെ ടണലിലൂടെ പോകാൻ പറ്റത്തുള്ളൂ. ഈ ട്രെയിനിൻ്റെ അകത്ത് തന്നെ 10-30 ഈ BLA-കാരുണ്ടായിരുന്നു. അവർ ഗ്രാജുവലി അകത്ത് കയറി എല്ലാ കമ്പാർട്ട്മെൻറ്റിൽ കയറി പട്ടാളക്കാരെ മുഴുവനും തെരഞ്ഞു പിടിച്ച് അവർ വേറൊരു കമ്പാർട്ട്മെൻറ്റിലാക്കി, എന്നിട്ടാണ് അവരെ പല ടണലിലോട്ടങ്ങ് മാറ്റിയേക്കുന്നത്. അപ്പം ഇതുമായിട്ട് ബന്ധപ്പെട്ട് ഈ പാകിസ്ഥാൻ ആർമിയും ഈ പത്രങ്ങളിൽ വരുന്ന ന്യൂസ്, അത് പാകിസ്ഥാൻ പറയുന്ന കാര്യങ്ങളാണ് ഇവിടുത്തെ നമ്മുടെ പത്രമാണ്, അവിടുത്തെ പത്രമാണ് എല്ലാം പറയുന്നത്. ബലൂച്ചുകാരും മിണ്ടുന്നില്ല, അതായത് BLA-കാരും മിണ്ടുന്നില്ല. അവരിപ്പോഴാണ് സ്റ്റേറ്റ്മെൻറ്റ് ഇറക്കിയത്, അവരുടെ പൊളിറ്റിക്കലായിട്ട് തടവിൽ കഴിയുന്നവർ റിലീസ് ചെയ്യുവാണെങ്കിൽ ഇവരെ റിലീസ് ചെയ്യും. ഒരു കാര്യം കൃത്യമായിട്ട് പറയാം, അദ്ദേഹം പറഞ്ഞൊരു സംഭവമുണ്ട്. കഴിഞ്ഞ എത്രയോ വർഷങ്ങളായിട്ട് എത്ര പാകിസ്ഥാൻ പട്ടാളക്കാരാണ് ബലൂച്ച് ലിബറേഷൻ ആർമിയുടെ ആ ഫൈറ്റിൽ കൊല്ലപ്പെട്ടത്? അത് പാകിസ്ഥാൻ ആർമിയുടെ കംപ്ലീറ്റ് മൊറാൽ പോയി കിടക്കുവാണ് ഈ ഭാഗത്ത്. കാരണം ഈ ബലൂച്ച് പല ഏരിയയിൽ അവരുടെ കൻറ്റോൺമെൻറ്റ് പാകിസ്ഥാൻ ആർമി അടച്ചു. കാരണം അവർക്ക് ഇവരുടെ റെസിസ്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല. ഇവർ അതേപോലെ നല്ല വാരിയേഴ്സാണ്, നല്ല ഫൈറ്റേഴ്സാണ് ഇവർ. കാരണം അവരവരുടെ ഈ പറയുന്ന ടെറൈന് വേണ്ടി, ആ സ്പെസിഫിക് റീജിയന് വേണ്ടിയാണ് ഫൈറ്റ് ചെയ്യുന്നത്. അതുകൊണ്ടാണ് ഈ പറയുന്നത്, ആദ്യകാലത്തുണ്ടായിരുന്ന ബലൂച്ചുകാരൊന്നും അല്ല, ഇപ്പോൾ പുതിയ ജനറേഷൻ വെച്ചോണ്ട് അതിൻ്റെ അകത്ത് സ്ത്രീകൾ വരെ ഉണ്ട്. അപ്പം അവർക്ക് വെൽ എക്വിപ്ഡ് ആണ്, ഇന്ത്യയുടെ നല്ല സഹായമുണ്ട്. ഇവർ നല്ല പോലെ അങ്ങനെ ഫൈറ്റ് ചെയ്യുന്നത്. അല്ലെങ്കിൽ ഇത്രയും സമയം കഴിഞ്ഞിട്ടും ഇവർ എക്സാക്റ്റായിട്ട് ഈ പാകിസ്ഥാൻ പട്ടാളം അവിടെ പോയിട്ട് എക്സാക്റ്റായിട്ട് ആ പറയുന്ന സ്പോട്ടിൽ പോയിട്ട് അവർക്ക് ചെയ്യാൻ പറ്റുന്നില്ല. ഇവരേതോ ഇവിടുത്തെ ട്രെയിൻ അവിടെ പച്ചയടിച്ച് ട്രെയിൻ എവിടെ നിർത്തിയിട്ട് ഇവരുണ്ടാക്കിയെടുക്കുന്ന മുഴുവനും വാർത്തകൾ പച്ചക്കള്ളമാണിത്. ഇതിനെ നമ്മൾക്ക് കയറാൻ പറ്റും. ഇപ്പോഴും ഒരു 20 കിലോമീറ്ററിന് അപ്പുറം നിൽക്കുകയാണ്. ഈ ഏരിയൽ ബോംബാർഡ്മെൻറ്റ് നടത്തിയിട്ട് പോലും ഇവർക്ക് തൊടാൻ പറ്റില്ല. കാരണം ഇവരെല്ലാം ടണലിനകത്ത് കയറിയിരിക്കുക. കാരണം റെയിൽവേയുടെ ടണലുണ്ട്. ഇപ്പോൾ റെയിൽവേയിൽ പോകാൻ പറ്റത്തില്ല, റെയിൽവേയുടെ സൈഡിൽ കൂടെ പോകാൻ പറ്റത്തില്ല. അത് മുഴുവൻ ബോംബാർഡ്മെൻറ്റ് ചെയ്ത് തകർത്ത് ദൂരെ കളഞ്ഞു. റോഡുകളാണ് മുഴുവൻ കുളമാക്കി, അതെല്ലാം പാലം ഉൾപ്പെടെ മുഴുവൻ അടിച്ച് ദൂരെ കളഞ്ഞു. അത് കഴിഞ്ഞ് അവിടെ എല്ലാം IED എക്സ്പ്ലോസീവ് വെച്ചേക്കുവാണ്. ഇപ്പം ഇതിൻ്റെ അകത്ത് ഏറ്റവും തമാശയെന്ന് പറഞ്ഞ് എന്നോട് പുള്ളി ചോദിച്ചൊരു കാര്യമുണ്ട്. എത്ര പാകിസ്ഥാൻ പട്ടാളക്കാർ ഇതുമായിട്ട് ബന്ധപ്പെട്ട്, അതായത് ട്രെയിൻ റാഞ്ചിയതുമായിട്ട് ബന്ധപ്പെട്ട് കൊല്ലപ്പെട്ടു. അതിനെപ്പറ്റി ISPR ഒന്നും വേണ്ടുന്നില്ല, പാകിസ്ഥാൻ പട്ടാളം വേണ്ടുന്നില്ല. ഏകദേശം 100-300 പേര് കൊല്ലപ്പെട്ടു. അതായത് ബ്ലഡ് ബാത്ത് എന്ന് പറയുന്ന പോലെ സംഭവം നടന്നുകൊണ്ടിരിക്കുക. എന്നിട്ട് അവരുടെ മര്യാദയ്ക്ക് ഹോസ്റ്റേജ് ഈ BLA-കാര് അവർ സ്ത്രീകളെയും കുട്ടികളെയും പ്രായമുള്ളവരെ മാത്രം റിലീസ് ചെയ്തു. പിന്നെ ഇതുമായിട്ടൊന്നും ബന്ധമില്ലാത്ത ആൾക്കാരെ, കുറച്ച് ബലൂച്ചുകളുണ്ട്, അവരെ റിലീസ് ചെയ്തു. അല്ലാതെ ഇവന്മാരിപ്പോഴും അതിൻ്റെ അകത്താണ്. ഇത് പറഞ്ഞത് പച്ചക്കള്ളമാണ്, ഒരു ഡെവലപ്മെൻറ്റും ഉണ്ടായിട്ടില്ല. പാകിസ്ഥാൻ കംപ്ലീറ്റ് ആയിട്ട് സ്തംഭിച്ചിരിക്കുകയാണ്. പട്ടാളത്തിനും അറിയത്തില്ല, ഗവൺമെൻറ്റിനും അറിയത്തില്ല, അവിടുത്തെ IS, കാരണം ഇൻ്റർ സർവീസ് ഇൻ്റലിജൻസ്, അവരുടെ ഇൻ്റലിജൻസ് കംപ്ലീറ്റ് ഫെയിലിയർ ആയിപ്പോയി. ഇത് തന്നെയാണ് കാരണം സാറ്റലൈറ്റ് ഇമേജ് ഒക്കെ വെച്ചോണ്ട്, ഇത് ഒരു സെക്യൂരിറ്റി എക്സ്പേർട്ട് കൂടിയാണ്. അപ്പോൾ അതിനകത്ത് സാറ്റലൈറ്റ് ഇമേജ് ഒക്കെ വെച്ചിട്ട്
പുള്ളി എന്നെ ചില കാര്യങ്ങൾ പറഞ്ഞു തന്നു. ഇതിനകത്തൊന്നും ഇവർക്ക് തൊടാൻ പറ്റത്തില്ല. അല്ലെങ്കിൽ അതേപോലെ സമയം എടുത്ത് തന്നെയാണ് ചെയ്യേണ്ടത്. പെട്ടെന്നൊരു റിട്ടാലിയേഷൻ ഈ പറയുന്ന ഹോസ്റ്റേജസിനെ റിലീസ് നടക്കുന്ന കാര്യമല്ല. ഇമ്പോസിബിൾ. കാരണം ആ ടെറൈൻ അങ്ങനെയാണ്. അല്ലാതെ ഈ പറയുന്ന വാർത്തകളൊക്കെ വിശ്വസിക്കേണ്ട ആവശ്യമൊന്നുമില്ല. നിരപരാധികളെ കൊന്നിട്ട് അതിൻ്റെ തോക്ക വെച്ചൊരു എടുക്കുന്ന പടവും ഡ്രാമകളും അത് നേരത്തെ മുതൽ പാകിസ്ഥാൻ ആർമി സ്ഥിരമായിട്ട് ചെയ്യുന്ന പരിപാടിയാണ്. ആ ഗവൺമെൻറ് അതിനെ സപ്പോർട്ടും ചെയ്യുന്നുണ്ട്. ഇത് മാത്രമാണ് നടക്കുന്നത്. അവിടെ ഒരു കുന്തവും നടന്നിട്ടില്ല. ഇങ്ങനെ ഈ പറയുന്ന മുഴുവനും കപടതയും കള്ളത്തരങ്ങളും മാത്രമാണ്. ഈ പറയുന്നത് ഒരു റിക്വസ്റ്റാണ്, പക്ഷേ ഇത് മാൻഡേറ്ററി അല്ല. ഈ ചാനൽ പൂർണ്ണമായിട്ട് ഫ്രീ ആയിരിക്കും. പക്ഷെ നിങ്ങൾക്കറിയാം ഈ യൂട്യൂബ് ഗൂഗിളിൽ നിന്ന് കിട്ടുന്നത് അത് ഒരു പരിധി വരെ അതിനകത്ത് ഇതിൻ്റെ എക്സ്പെൻസുമായിട്ട് കമ്പയർ ചെയ്യാൻ പറ്റുകയുള്ളൂ. അപ്പം ഇതിൻ്റെ താഴെ ഇതിൻ്റെ കമൻറ്റ് ബോക്സിൽ ഇപ്പം ബാങ്ക് ഡീറ്റെയിൽസും കറണ്ട് അക്കൗണ്ടാണ് പിൻ ചെയ്തിട്ടുണ്ട്. പിന്നെ വീഡിയോയിൽ ഇതിൻ്റെ സ്കാനറുണ്ട്. അപ്പം നിങ്ങൾക്ക് താല്പര്യമുള്ളവർക്ക് അത് കോൺട്രിബ്യൂട്ട് ചെയ്യാം. മേക്ക് ഇറ്റ് ക്ലിയർ, ഇത് കംപ്ലീറ്റ്ലി ഫ്രീ ആയിരിക്കും. കുറച്ച് എക്സ്പാൻഷൻ പ്ലാനുകളൊക്കെ ഉണ്ട്. നല്ല മാൻ പവർ വേണം, കുറച്ച് കൂടുതൽ നല്ല ടെക്നോളജി വേണം. അതിനൊക്കെ സ്പെൻഡ് ചെയ്യണം. കാരണം ആൾക്കാരുടെ വ്യൂസ് കൂടുന്നുണ്ട്. നിങ്ങൾക്കറിയാം എനിക്ക് ഈ പറയുന്ന ഒരു വലിയ സബ്സ്ക്രിപ്ഷനൊന്നുമില്ല. സഹകരിക്കാൻ താല്പര്യമുള്ളവർക്ക് സഹകരിക്കാൻ. ഒരു കാരണവശാലും ഇത് നിർബന്ധമോ മാൻഡേറ്ററി അങ്ങനെ ഒന്നും തന്നെയല്ല. നിങ്ങൾക്ക് താല്പര്യമുള്ളത് മാത്രം വിശ്വസിക്കുന്ന നിങ്ങൾ ഇതിൽ കോൺട്രിബ്യൂട്ട് ചെയ്യുമെന്ന്.